പാറ വിൽപ്പനയുടെ മറവിലെ വൻ നികുതി വെട്ടിപ്പ് വിജിലൻസ് പിടികൂടി. കോട്ടയം നെടുങ്കുന്നം റോയൽ ഗ്രാനൈറ്റ്സിലാണ് വൻ നികുതി വെട്ടിപ്പ് പിടികൂടിയത്. ഈ മാസം മാത്രം 58 ലക്ഷം രൂപ റോയൽറ്റി ഇനത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പിൽ ജിയോളജി, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായാണ് സംശയം. കോട്ടയം നെടുംകുന്നത്തെ റോയൽ ഗ്രാനൈറ്റ്സിലാണ് വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കോട്ടയത്തെ വിജിലൻസ് സംഘം SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പരിശോധന നടത്തുകയും വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തത്. ജനുവരി മാസം മാത്രം 58 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് 5:45 വിജിലൻസ് സംഘം ഇവിടെ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ 4 ലോറികൾ പോകുന്നത് കണ്ടു. പക്ഷേ ഇതിന്റെ പാസ് പരിശോധിച്ചപ്പോൾ ഈ ഒരു വാഹനത്തിന് പോലും പാസ് ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇന്നലത്തെ CCTV പരിശോധിച്ചപ്പോൾ 72 വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ 3 വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു ജിയോളജി വകുപ്പിന്റെ കോമ്പസ് പാസ് ഉണ്ടായിരുന്നത് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. തുടർന്നാണ് ഈ മാസത്തെ മുഴുവൻ പരിശോധന നടത്തിയപ്പോൾ 2728 GST ബില്ലുകൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 220 പാസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്, ജിയോളജി വകുപ്പിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അതായത് അങ്ങനെയാണ് 58 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് വിജിലൻസ് കണ്ടെത്തിയത്. എന്തായാലും പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 6 മാസത്തെ പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പുറത്തുകൂടി ഈ ലോറികളൊക്കെ പോകുന്നത് കാണുമ്പോൾ ഇത് പാസ് ഉണ്ടോ എന്ന് അറിയാറില്ല. പക്ഷെ അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ ജിയോളജി വകുപ്പ്, പോലീസ് അല്ലെങ്കിൽ അത്തരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഒരുപക്ഷെ മനഃപൂർവ്വം തന്നെ ഉണ്ടായിരിക്കുന്നു. അവിടെയും അഴിമതി ഉണ്ട് എന്ന സംശയമാണ് വിജിലൻസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ജിയോളജിസ്റ്റിനെയും അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിനെയും ഒക്കെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഈ പരിശോധനയിൽ ഇന്ന് അവർ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇവരും സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ സാധാരണഗതിയിൽ പാറമടയിൽ നിന്ന് ഒരു ക്രഷറിലേക്ക് ഈ പാറ കൊണ്ടുപോകുമ്പോഴും അവിടെ പാസ് അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെ പാറമടയിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ച പാസും ഈ ക്രഷറിലുള്ള പാറയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവിടെയും തട്ടിപ്പുണ്ടായതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. CI മഹേഷ് പിള്ളയും ടീമുമാണ് ആദ്യഘട്ടത്തിൽ ഈ കേന്ദ്രത്തിലെത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത്.